കറന്റ് റിവീൽ ചെയ്തല്ലാണ്ട് കുറെ ആൾക്കാർ റിവീൽ ചെയ്തല്ലോ. അപ്പൊ അതല്ലാണ്ട് ഇനി എക്സ്ക്ലൂസീവ് ആയിട്ട് ആരെങ്കിലും വെച്ചിട്ടുണ്ട്? ഇല്ല, കുറച്ച് ആൾക്കാരും കൂടെ വരാനുണ്ട്. വരും, ഷൂട്ട് പോകുന്നതനുസരിച്ച് അപ്ഡേറ്റുകൾ വരും. ഡിക്ക് ജോയിൻ ആയ ഇല്ലില്ല, ആയിട്ടില്ല. അടുത്ത മാസം പരിപാടികൾ വരും. കയ്യിലൊരു ബോൾ ഉണ്ടായിരുന്നു അത് സ്പോർട്സ് പരിപാടികളുണ്ട്. സ്പോർട്സ് ഒരു ത്രില്ലർ, ഒരു ഡ്രാമ ജോണറില്ല, ഞാൻ കുറച്ച് മിക്സഡ് ജോണർ വരുന്ന പരിപാടിയാണ്. വരും, അതിൻ്റെ അപ്ഡേറ്റുകളെല്ലാം വരും. ഇപ്പം എനിക്ക് കൂടുതൽ റിവീൽ ചെയ്യാനുള്ള അനുവാദമില്ല, അതാണ് ഇപ്പോൾ. കുറെ ആൾക്കാരെ സാറ് വന്നിട്ടുണ്ടായിരുന്നു, കുറെ തമിഴിൽ കുറെ ആർട്ടിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇതിനും വൈഡ് മാർക്കറ്റിംഗ് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ രീതിയിൽ കാസ്റ്റ് ചെയ്തത്. കഥ ഡിമാൻഡ് ചെയ്തുകൊണ്ട് കാസ്റ്റ് ചെയ്തതാണ്. കഥ ഡിമാൻഡ് ചെയ്ത അങ്ങനത്തെ ഒരു ഇതാണ്, അതുകൊണ്ട് കാസ്റ്റ് ചെയ്തു. ഇപ്പൊ ആർഡിക്സിന് ശേഷം ഒരു നിഹാസിദായത്തിന് ഒരു ഭയങ്കര പ്രഷറായി തോന്നുന്നുണ്ടോ? പ്രഷറൊന്നും ഇല്ലാതെ അവിടെ സിനിമ, നല്ല സിനിമ ചെയ്യാം. തിയേറ്ററിലേക്കുള്ളതല്ല, തിയേറ്ററിലെ ഓഡിയൻസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഉള്ള ഒരു സിനിമയാണ്. അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരും, അതിന്റെ അപ്ഡേറ്റുകൾ. ഞാൻ കൊണ്ടുവരാനൊന്നും പോകുന്നില്ല. അതെ, നോക്ക്, നിങ്ങൾ കണ്ടിട്ട് പറയാം. കണ്ടിട്ട് പറയണം, പടം കണ്ടിട്ട് പറയാം. ദുൽഖറിനെ പോലത്തെ ഒരു താരത്തെ മലയാളികൾക്ക് കൊണ്ടുവരുമ്പോ ആ രീതിയിലുള്ള ഒരു മാസ് എലമെന്റ്സ് നിങ്ങൾ വെച്ച്, അതെ ഞാൻ പറഞ്ഞത്, എനിക്കും അതേപോലെ ആഗ്രഹമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നെ കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കാം, ഷോർട്ട് ടൈം കറന്റ് റിവീൽ ചെയ്തല്ലാണ്ട് കുറെ ആൾക്കാർ റിവീൽ ചെയ്തല്ലോ. അപ്പൊ അതല്ലാണ്ട് ഇനി എക്സ്ക്ലൂസീവ് ആയിട്ട് ആരെങ്കിലും വെച്ചിട്ടുണ്ട്? ഇല്ല, കുറച്ച് ആൾക്കാരും കൂടെ വരാനുണ്ട്. വരും, ഷൂട്ട് പോകുന്നതനുസരിച്ച് അപ്ഡേറ്റുകൾ വരും. ഡിക്ക് ജോയിൻ ആയ ഇല്ലില്ല, ആയിട്ടില്ല. അടുത്ത മാസം പരിപാടികൾ വരും. കയ്യിലൊരു ബോൾ ഉണ്ടായിരുന്നു അത് സ്പോർട്സ് പരിപാടികളുണ്ട്. സ്പോർട്സ് ഒരു ത്രില്ലർ, ഒരു ഡ്രാമ ജോണറില്ല, ഞാൻ കുറച്ച് മിക്സഡ് ജോണർ വരുന്ന പരിപാടിയാണ്. വരും, അതിന്റെ അപ്ഡേറ്റുകളെല്ലാം വരും. ഇപ്പം എനിക്ക് കൂടുതൽ റിവീൽ ചെയ്യാനുള്ള അനുവാദമില്ല, അതാണ് ഇപ്പോൾ. കുറെ ആൾക്കാരെ സാറ് വന്നിട്ടുണ്ടായിരുന്നു, കുറെ തമിഴിൽ കുറെ ആർട്ടിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇതിനും വൈഡ് മാർക്കറ്റിംഗ് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ രീതിയിൽ കാസ്റ്റ് ചെയ്തത്. കഥ ഡിമാൻഡ് ചെയ്തുകൊണ്ട് കാസ്റ്റ് ചെയ്തതാണ്. കഥ ഡിമാൻഡ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതാണ്, അതുകൊണ്ട് കാസ്റ്റ് ചെയ്തു. ഇപ്പൊ ആർഡിക്സിന് ശേഷം ഒരു നിഹാസിദായത്തിന് ഒരു ഭയങ്കര പ്രഷറായി തോന്നുന്നുണ്ടോ? പ്രഷറൊന്നും ഇല്ലാതെ അവിടെ സിനിമ, നല്ല സിനിമ ചെയ്യാം. തിയേറ്ററിലേക്കുള്ളതല്ല, തിയേറ്ററിലെ ഓഡിയൻസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഉള്ള ഒരു സിനിമയാണ്. അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരും, അതിന്റെ അപ്ഡേറ്റുകൾ. ഞാൻ കൊണ്ടുവരാനൊന്നും പോകുന്നില്ല. അതെ, നോക്ക്, നിങ്ങൾ കണ്ടിട്ട് പറയാം. കണ്ടിട്ട് പറയണം, പടം കണ്ടിട്ട് പറയാം. ദുൽഖറിനെ പോലത്തെ ഒരു താരത്തെ മലയാളികൾക്ക് കൊണ്ടുവരുമ്പോ ആ രീതിയിലുള്ള ഒരു മാസ് എലമെന്റ്സ് നിങ്ങൾ വെച്ച്, അതെ ഞാൻ പറഞ്ഞത്, എനിക്കും അതേപോലെ ആഗ്രഹമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നെ കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കാം, ഷോർട്ട് ടൈം